പ്രശ്നം വളരെ ഗൗരവത്തോടു കൂടിയല്ലാതെ ഞങ്ങൾക്ക് കാണാനാവില്ല. അതുകൊണ്ട് തന്നെ ഇത് പാർട്ടി നേതൃത്വം ശ്രദ്ധിക്കണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അത് അവർ ശ്രദ്ധിക്കുകയോ ഇല്ല എന്നുള്ളത് ഇപ്പം എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇതെല്ലാം പരിശോധിക്കുന്ന ഒരു സംവിധാനം കേരളത്തിൽ ഉണ്ടായിരുന്നല്ലോ. അത് പരിശോധിക്കാൻ ഇപ്പൊ തയ്യാറാകുന്നില്ല. അത് ഞങ്ങൾക്കുള്ളൊരു വലിയ പ്രയാസമാണ്. നമ്മളിപ്പോ ഒരു പാർട്ടി സംസ്ഥാന നേതാവിനെ സംബന്ധിച്ചോ സംസ്ഥാന നേതൃത്വത്തെ സംബന്ധിച്ചോ ഒരു വ്യത്യസ്ത അഭിപ്രായം ഞങ്ങളിപ്പോ പ്രകടിപ്പിച്ചിട്ടില്ലല്ലോ. നിങ്ങൾ പ്രകടിപ്പിച്ചിട്ടില്ല. പക്ഷെ ഇത് നിങ്ങൾ കണ്ടോ, ഈ ആളുകൾ, ഈ നോമ്പ് കാലത്ത് പോലും വന്ന ആളുകൾ ഇത് അവസാനിച്ചപ്പോഴാണല്ലോ ഇതിന്ന് പോകാൻ തീരുമാനിച്ചത്, അവർ പോയത്. അപ്പൊ അവരുടെ വികാരം എത്ര വലുതായിരിക്കും. സാധാരണ ഒരു മീറ്റിംഗ് നടത്തിയാൽ, നിങ്ങൾക്കൊരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, ഈ പാർട്ടി ചെന്ന് പട്ടൊരപകടം, മണ്ണാർക്കാട്ടുകാരായ പത്രക്കാർ ഇവിടെ ഉണ്ടല്ലോ. സംസ്ഥാന സെക്രട്ടറി ഒരു ജാഥ നയിച്ചല്ലോ. ആ ജാഥക്ക് മണ്ണാർക്കാട് എവിടെയായിരുന്നു സ്വീകരണം? KTDCയുടെ പായസമേള നടത്തുന്ന സ്ഥലത്താണ് ഒരു സംസ്ഥാന ജാഥക്ക് സ്വീകരണം. സാധാരണ നടത്താറുള്ളത് എവിടെയാ? വലിയ ഗ്രൗണ്ടിലാണ് നടത്താറുള്ളത്. ആ ഗ്രൗണ്ടിൽ നടത്താൻ ഗ്രൗണ്ട് കിട്ടാത്തത് കൊണ്ടല്ല, ആളെ കിട്ടൂല ഇവർക്ക്. ആ അവസ്ഥയിലേക്ക് ഈ പാർട്ടി മാറിയില്ലേ? ഈ അവസ്ഥയിലേക്ക് ഈ പാർട്ടി എത്തിച്ചതവരാരാ? പാർട്ടി ഓഫീസ് കെട്ടിടങ്ങൾ ഉണ്ടായാൽ പോരാ. ഓഫീസിലേക്ക് മനുഷ്യൻ അവന്റെ ജീവിത പ്രശ്നങ്ങളുമായിട്ട് വരണം. മനുഷ്യന്റെ ജീവിത പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ടാണ് പാർട്ടി ശക്തിപ്പെടുക. അവന്റെ ജീവിത പ്രശ്നങ്ങളിൽ ഇടപെടാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വളർച്ചയുണ്ടാകില്ല. അതെല്ലാം ഇപ്പൊ നിലച്ചുപോയി. പാർട്ടി ആലോചിക്കേണ്ടത് വെസ്റ്റ് ബംഗാളിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു തകർച്ചയുണ്ട്, ത്രിപുരയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തകർച്ചയുണ്ട്. എന്തുകൊണ്ടുണ്ടായി എന്നത് അനുഭവം പാർട്ടിയുടെ മുമ്പിലുണ്ടല്ലോ. ഏതാണ്ട് ആ അവസ്ഥയിലേക്ക് ഇവിടെ പാർട്ടി പോകാതിരിക്കാൻ ഉള്ള ജാഗ്രത പാർട്ടി നേതൃത്വം കാണിക്കണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. പിന്നെ ദ്രോഹിക്കുക, എത്ര ആളുകളെ ആ തരം താഴ്ത്തിയത്. തങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ അപ്പൊ നടപടി എടുക്കുകയെന്നാ. നിങ്ങൾക്കറിയോ, പിന്നെ 1.25 കൊല്ലായി ഇങ്ങനെ ഒരു നടപടി നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ എവിടെ കേട്ടിട്ടുള്ളത്? ശശികല റൈറ്റ് നടപടി എടുത്തിട്ട് 1.25 കൊല്ലമായല്ലോ. ഇങ്ങനെ ഒരു നടപടി നിങ്ങൾ എവിടെയാ കേട്ടിട്ടുള്ളത്? 1.25 കൊല്ലക്കാലമായിട്ട് എനിക്ക് ഘടകം നിശ്ചയിച്ചു തന്നോ? ഈ അടുത്ത നാളിലാണ് ഒരു ഘടകത്തിന്റെ സെക്രട്ടറി എനിക്കൊരു വാട്സപ്പിൽ, അത് ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് ഞാൻ കാണുന്നത്, ഒരു കുറിപ്പ്, സ്ക്രൂട്ടിനി യോഗമാണ്, വാട്സപ്പിലെ ഒരു മെസ്സേജ്. പിന്നെപ്പോ ഞാൻ വലിയ ആളൊന്നുമല്ല, അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ 41,000 ഒരാളല്ലേ, ചെറിയ ആള്, കണ്ടാ മതി. ഇവര് ഇന്നലെ നേരിട്ട് വന്നു, സതീശനും സഖാക്കളും എൻ്റെ അടുത്ത് നേരിട്ട് വന്നു. ശശിയേട്ടൻ അതിൽ പങ്കെടുക്കണം, ഞങ്ങളുടെ പ്രയാസം മനസ്സിലാക്കണം. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞു എന്നെ ഒഴിവാക്ക്. സതീശനുണ്ടായിരുന്നു, ഹരിദാസ് ഉണ്ടായിരുന്നു, ഇവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എന്നെ ഒഴിവാക്കിക്കളാ. അപ്പൊ പറഞ്ഞു അവർ ഉദ്ഘാടനം ചെയ്യണം, നിങ്ങൾ പങ്കെടുക്കുമ്പോൾ അതിനൊരു ആധികാരികതയുണ്ട്, പൊതുവെ ഈ ജില്ലയിലെ സഖാക്കളുടെ ഒരു വികാരമാണത് എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ പരിപാടിയിൽ നിന്ന് പങ്കെടുത്തത്. അല്ലെങ്കിൽ ഞാനിന്ന് പങ്കെടുക്കാൻ ഞാൻ തയ്യാറാവില്ല. ഇപ്പൊ എന്താ സംഗതി എന്ന് വെച്ചാൽ, പല പ്രദേശങ്ങളിലും പാർട്ടി വലിയ പ്രതിരോധത്തിലാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. പാർട്ടി ഒരു ഭാഗത്തും ജനങ്ങൾ അപ്പുറത്തും ആവുമ്പോ എന്തായിരിക്കും ഈ പാർട്ടിന്റെ അവസ്ഥ? പാർട്ടി ജനങ്ങളുടേതല്ലേ. ജനങ്ങൾ ഇല്ലാത്ത പാർട്ടി കാലിയായ കഞ്ഞിക്കലം പോലെ ആവൂലേ? അങ്ങനെ ആകരുത് എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണുള്ളത്. അതാണുള്ളത്. ഈ പ്രത്യയ ശാസ്ത്രത്തോടുള്ള കൂറ് ഞങ്ങൾ ആവർത്തിച്ച് പ്രഖ്യാപിക്കുകയാണ്. സോഷ്യലിസത്തോടുള്ള കൂറ് ഞങ്ങൾ ആവർത്തിച്ച് പ്രഖ്യാപിക്കുകയാണ്. ഇവിടെ പാസ്സാക്കേണ്ടിയിരുന്നൊരു പ്രമേയമുണ്ട്, അത് വിട്ടുപോയതാ തോന്നുന്നു എനിക്ക്. സാമ്രാജ്യത്വ വിരുദ്ധ പ്രമേയം. ഇപ്പൊ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ അതീവ ഗൗരവമുള്ളതാണ്. അമേരിക്കയാണ് ആ യുദ്ധം അടിച്ചേൽപ്പിച്ചിട്ടുള്ളത്. അപ്പൊ സാമ്രാജ്യത്വത്തിനെതിരായി ലോകത്തിന്റെ ഏത് മുക്കിലും മൂലയിലും പ്രതിധ്വനിക്കുന്ന ഏത് ചെറിയ വികാര പ്രകടനമാണെങ്കിലും ഏത് വലിയ വികാര പ്രകടനമാണെങ്കിലും അത് ആവേശത്തോടു കൂടി ഏറ്റുവാങ്ങുന്നവരാണ് ഞങ്ങൾ. ആ സാമ്രാജ്യത്വ വിരുദ്ധ രാഷ്ട്രീയം മുറുകെ പിടിച്ചുകൊണ്ട് ഞങ്ങൾ മുമ്പോട്ട് പോകും. കോടിയേരി എല്ലാം കൊണ്ടും ഒരു വ്യത്യസ്തനായിരുന്നല്ലോ, നിങ്ങൾക്കും അറിയല്ലോ. സഖാക്കളെ എല്ലാം ചേർത്ത് പിടിക്കാനും ഒക്കെ അദ്ദേഹത്തിനുണ്ടായിരുന്ന ഒരു
ഏ ഏ പാലക്കാട് ജില്ലയിലെ പ്രശ്നങ്ങളിൽ ഒരു ഇടപെടലും അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല എന്ന ഒരു ആക്ഷേപം വ്യാപകമായിട്ടുണ്ട്. അദ്ദേഹം ഇടപെടണല്ലോ ഇത് മുഖ്യമന്ത്രി, അദ്ദേഹം മുഖ്യമന്ത്രിയല്ലേ, അദ്ദേഹം ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നയാളല്ലേ, അദ്ദേഹം ഗവൺമെന്റിന് നേതൃത്വം കൊടുക്കുന്നയാളാണ്. അദ്ദേഹം അല്ലല്ലോ സംഘടനാപരമായ കാര്യങ്ങളിൽ നിരന്തരം പരിശോധിക്കുകയും ഇടപെടുകയും ചെയ്യേണ്ടത് അദ്ദേഹമല്ല. സംഘടനാപരമായ കാര്യങ്ങളിൽ ഇടപെടേണ്ടത് പാർട്ടി സംസ്ഥാന നേതൃത്വം തന്നെയാണ്. അതുണ്ടാവുന്നില്ല. ഇവിടെ ഇപ്പൊ ഈ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തോട് ഒരു പരാതിയും പറഞ്ഞിട്ട് കാര്യമില്ല. ആ പറഞ്ഞ കാര്യങ്ങൾ പരിപൂർണമായി ഞാൻ ആവർത്തിച്ചു പറയുന്നു, പരമമായ സത്യങ്ങളാണത്. നിങ്ങൾ അന്വേഷിച്ചോളൂ. ജില്ലാ സെക്രട്ടറിയെ മാറ്റി അവിടെ ഈ തെറ്റ് തിരുത്തണമെന്നാണ് താങ്കൾ ആവശ്യപ്പെടുന്നത്. അങ്ങനെ ഒരു തെറ്റ് തിരുത്തൽ ഉണ്ടാകുമോ, അതോ ഈ പാർട്ടി നേതൃത്വത്തെ വിമർശിച്ചതിന് അങ്ങേക്കെതിരെ ഒരു നടപടിയാണോ പ്രതീക്ഷിക്കുന്നത്? ഏത് അങ്ങേക്കെതിരെ ഒരു നടപടി ഉണ്ടാകും? നടപടി ഉണ്ടാവുകയാണെങ്കിൽ നടപടി എടുക്കട്ടെ. ഞാൻ ചോദിക്കട്ടെ, ഇത്തരമൊരു അവസ്ഥയിലേക്ക് ഈ പാർട്ടി എത്തിച്ച ആളുകൾക്കെതിരായി ആദ്യം നടപടി എടുക്കട്ടെ. ആദ്യം എടുക്കട്ടെ ആ നടപടി. അല്ല, അവർക്കിപ്പോ നടപടി ആരുടെ പേരിൽ എടുക്കുക? ഇപ്പൊ എന്റെ പേരിൽ ഇപ്പൊ നടപടി എടുത്ത് എന്നെ പുറത്താക്കാം. PK ശശി പരസ്യമായിട്ട് കൺവെൻഷനിൽ ഉദ്ഘാടനം ചെയ്തു. പുറത്താക്കിക്കോട്ടെ, പുറത്താക്കട്ടെ. ഏ അല്ല 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 ഞാനിപ്പോ ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട്, ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് ആണ് എന്നാ ഞാൻ പറയുന്നത്. കമ്മ്യൂണിസ്റ്റ് ആണ്. പിന്നെ നിങ്ങളോട് ഞാനൊരു കാര്യം പറയാം. ഒരു പത്രക്കാരൻ നിങ്ങൾ ചോദിച്ചു അല്ല, ഇപ്പൊ ഞാൻ CPIM അംഗമാണല്ലോ. CPM അംഗമാണല്ലോ ഞാൻ. ഈ അംഗമല്ല എന്നുള്ളത് അവര് പറയുകയാണെങ്കിൽ പറയട്ടെ, ആരാ പറയണെന്ന് വെച്ചാൽ പറയട്ടെ. ഇതിന്റെയൊക്കെ പടച്ചവൻ ഈ പാലക്കാട്ടെ ജില്ലാ സെക്രട്ടറി എന്ന് പറയുന്ന ഒരുത്തനാണെങ്കിൽ എനിക്ക് ഈ പാർട്ടിയിൽ തുടരണമെന്ന് ആഗ്രഹമില്ല. ഞാൻ എന്റെ കാര്യം തുറന്നു പറഞ്ഞുതരാം. ഇയാളാണ് ഈ പാർട്ടിയുടെ അവസാന തീരുമാനം എടുക്കുന്ന ആളെങ്കിൽ, ഇയാളാണ് ഈ പാർട്ടിയുടെ പടച്ചവനെങ്കിൽ, ഞാൻ ഈ പാർട്ടിക്കാരനാകാൻ എന്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. എനിക്ക് വേറെ കാര്യം നിൽക്കാറില്ല. ഞാൻ രാജിയൊന്നും വെക്കുന്നില്ല. എന്തിനാ രാജിവെക്കുന്നത്? അല്ല, യോഗ്യതയുള്ളവനാണ്, കഴിവുള്ളവനാണ്. യോഗ്യത തെളിയിക്കാൻ ശേഷിയുള്ളവനല്ലേ ഈ ആധികാരികമായിട്ട് അഭിപ്രായം പ്രകടിപ്പിക്കേണ്ടത്? അതിനൊന്നും ഒരു യോഗ്യതയില്ലാത്ത, വിലയില്ലാത്ത കുറെ ആളുകൾ വന്നിട്ട് എന്തെങ്കിലും പുലമ്പിയാൽ അതെല്ലാം അംഗീകരിക്കാൻ ഞങ്ങൾ എന്താ അടിമകളോ? അതെല്ലാം ഇരിക്കണം. അതൊക്കെ ഞാൻ പണ്ട് നിങ്ങളോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ശശിനെ നടപടിയെടുക്കപ്പോ ചില ആളുകൾ ധരിച്ചു വെച്ചപ്പോ ശശി വീട്ടിലിരിക്കുന്ന ചില ആളുകൾ മുദ്രാവാക്യം വിളിച്ച്. ശശി വീട്ടിലിരുന്നിട്ടില്ലല്ലോ, നിങ്ങൾക്ക് അറിഞ്ഞൂടെ? ശശി എന്നും ജനങ്ങളുടെ അടുത്താ, ജനങ്ങൾക്കിടയിലാ ശശി. ജനങ്ങളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് PK ശശിക്ക് ഒരു ജീവിതമല്ല. അന്ന് ശശി മരിച്ചു എന്നാണ് അർത്ഥം. അയ്യോ, G സുധാകരനൊക്കെ പിന്നെ എത്രയോ ഉന്നതനായ നേതാവ്. ഞങ്ങളൊക്കെ വളരെ സാധാരണ പാർട്ടിക്കാരൻ. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ വന്നു, യുവജന പ്രസ്ഥാനത്തിൽ വന്നു. യുവജന പ്രസ്ഥാനത്തിൽ ദീർഘകാലം നിൽക്കുന്നതിന് മുമ്പ് ഒരു പ്രത്യേക ഘട്ടത്തിൽ ട്രേഡ് യൂണിയൻ രംഗത്തേക്ക് വരാൻ നിർബന്ധിക്കപ്പെട്ടു. എനിക്ക് ഇഷ്ടമല്ലാതെ ഞാൻ വന്നു ട്രേഡ് യൂണിയൻ രംഗത്തേക്ക്. പിന്നീട് ട്രേഡ് യൂണിയനിസ്റ്റായി മാറി പാർട്ടി ലീഡർഷിപ്പിലേക്ക് വന്നു. പിന്നെ അനുഭവിച്ചിട്ടുള്ള കുറേ പ്രയാസങ്ങളാണ്. അതൊക്കെ ആരോപണം അല്ല എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന ഒരു കാര്യം. എന്തിനാ എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നത്? നിങ്ങൾക്ക് അറിഞ്ഞൂടെ അത്? 41,000 ഒരാള് ആണ് ഞാൻ. വേറൊരു അഭിപ്രായം പറഞ്ഞു എന്ത് പ്രശ്നങ്ങൾ ഉണ്ടല്ലോ, അതല്ലോ ശശി ബ്രാഞ്ചില്. ഗവൺമെന്റിന് ഞാൻ സ്വീകാര്യനാണ്, പാർട്ടിക്ക് സ്വീകാര്യനല്ല എന്ന് വരുമ്പോ പിന്നെന്തിനാ ഇപ്പൊ ഈ സ്ഥാനത്തിരിക്കുന്നത്? പാർട്ടിക്ക് സ്വീകാര്യനല്ലാതെ നല്ലുള്ള അവസാനത്തെ സ്റ്റേറ്റ്മെന്റ് ഇതൊന്നും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പക്വമതികളായ ആളുകളുടെ ഭാഗത്തു നിന്ന് വരേണ്ടതല്ല. അപ്പൊ ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറയാം. ഈ പാർട്ടി സംവിധാനം നല്ല നിലയ്ക്ക് പ്രവർത്തിച്ചിരുന്നപ്പോ
ഈ ജില്ലയിലെ പാർട്ടി എടുക്കുന്ന തീരുമാനങ്ങളിൽ സുപ്രധാനമായ ഒരു ഘടകമായിരുന്നു ഞാൻ. ഒറ്റയാളെ കുരുതി കൊടുക്കാനോ ഒരാളെ നടപടിക്ക് വിധേയനാക്കാനോ കൽപ്പിച്ചുകൂട്ടി നടപടിക്ക് വിധേയനാക്കാനോ അകറ്റിക്കളയാനോ ആയുസ്സിൽ ഇന്ന് വരെ ശ്രമിച്ചിട്ടില്ല ഞാൻ. ഉദാഹരണം, ഒന്നാമത്തെ പേരാരാ അറിയോ? സുരേഷ് ബാബു. പാർട്ടിയിൽ പുറത്താക്കി സുദേവൻ സെക്രട്ടറി ആവുന്ന കാലത്ത്. കേസ് ചെറിയ കേസല്ല, ഇപ്പൊ അവിടെ വെച്ച് പറയാൻ കൊള്ളാത്ത കേസ്. എന്നിട്ട് പോലും നമ്മൾ എന്താ ചെയ്ത്? ഞാൻ മുൻകൈ എടുക്കുക ചെയ്ത്. ഓർമ്മയില്ലേ? ഞാൻ മുൻകൈ എടുത്തു. അന്നത്തെ ജില്ലാ സെക്രട്ടറി സഖാവ് പി ഉണ്ണിയുണ്ട്, സഖാവ് ഉണ്ണിയേട്ടൻ ഉൾപ്പെടെ ഒരാളെ കളയരുത് പാർട്ടിയിൽ നിന്ന് എന്ന നിലപാടാണ് സ്വീകരിച്ചത്. അങ്ങനെ സ്വീകരിച്ചത് ഒരാളെയും കളയാനല്ല, അയാൾക്കൊരു ചെറിയ നടപടി കൊടുത്തു. നടപടിയുടെ കാലാവധി കഴിഞ്ഞപ്പോൾ ഒരു സഖാവിനെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക. അതാണ് കമ്മ്യൂണിസ്റ്റ് നേതാവ് ചെയ്യേണ്ടത്. അതല്ലാതെ ഒരു വൈരനിര്യാതന ബുദ്ധി. മരിക്കുന്നത് വരെ തൂക്കിക്കൊല്ലാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വകുപ്പില്ല കേട്ടോ. അല്ല, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. അത് ഇന്ത്യൻ നീതിന്യായ സംവിധാനത്തിലുണ്ടാവും, IPC ഉണ്ടാവും, അതുണ്ടാവും. മരിക്കുന്നവരെ തൂക്കിക്കൊല്ലാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വകുപ്പില്ല. ഒരു നടപടി എടുത്താൽ നടപടിക്ക് ഒരു കാലാവധി ഉണ്ട്. ആ കാലാവധി കഴിഞ്ഞാൽ അത് കൺസിഡർ ചെയ്യണം. അങ്ങനെയാണ്, വെദർ ഇറ്റ് ഈസ് റൈറ്റ് ഓർ റോങ്. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്, കേരള ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നയാളാണ്. ശരി, സതീശൻ പറ. അല്ല, അദ്ദേഹം പാർട്ടിയുടെ പ്രധാന നേതാവല്ലേ? പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ മുമ്പിൽ പോയിട്ടുണ്ടല്ലോ. അപ്പോ പരാതിയിൽ താല്പര്യമുള്ള പരാതികൾ പരിഗണിക്കുക, അല്ലാത്ത പരാതികൾ അവിടെ നിർത്തുക. ഇതാണോ തീരുമാനം? താല്പര്യമുള്ള പരാതികൾ മാത്രം പരിഹരിക്കുക, അല്ലാതെ കൊടുത്തിട്ടുള്ള ജനുവിനായിട്ടുള്ള നിരവധി പരാതികൾ അവിടെ പൂഴ്ത്തി വെക്കുക. ഇതെന്ത് നിലപാടാ? ഏത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എങ്ങനെ ചെയ്യുന്നത്? അപ്പൊ അവർക്ക് താല്പര്യമുള്ള പരാതികളിൽ മാത്രം അടിയന്തരമായിട്ട് നടപടി സ്വീകരിക്കുക, ഒരാളെ ടാർഗറ്റ് ചെയ്ത് പുറത്താക്കുക. മറ്റ് പരാതികൾക്കൊന്നും ഒരു അടിസ്ഥാനവുമില്ല, അതെല്ലാം ഉണ്ടാതെ അവിടെ മാറ്റിവെക്കുക. എത്ര അനുഭവങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഞങ്ങൾ തന്നെ 142ഓളം പരാതികൾ ഇവിടെ പറഞ്ഞല്ലോ. വിവിധ ഏരിയ കമ്മിറ്റികളിലെ പരാതി പ്രഭാഗമല്ലേ അവിടെ പോയത്. ഒരു നടപടി അവരെടുത്തിട്ടില്ലല്ലോ. ഇപ്പൊ ഇവിടെ പറഞ്ഞല്ലോ ജില്ലാ സെക്രട്ടറിയുടെ ചില അനുഭവങ്ങൾ. അദ്ദേഹം മുഖ്യമന്ത്രിയെ പച്ചയ്ക്ക് തെറി വിളിച്ച ആളായിരുന്നു ഒരു ഘട്ടത്തിൽ. ഈ പിണറായിയെ തന്നെ പച്ചയ്ക്ക് തെറി വിളിച്ച് നടന്ന ആളാണ് ഒരു ഘട്ടത്തിൽ. പിന്നീട് അങ്ങനെ അയാൾ കൂറുമാറി 2004 സംസ്ഥാന സമ്മേളനത്തിൽ പിണറായിക്ക് മേൽക്കൈ വന്നപ്പോ അദ്ദേഹത്തിനൊപ്പം കൂടി. അതുവരെ പിണറായിയെ പച്ചയ്ക്ക് തെറി വിളിച്ച ആളാ പാലക്കാട് ജില്ലാ സെക്രട്ടറി. പിന്നെ അങ്ങനെ കൂറുമാറി, പിന്നെ കൂറുമാറ്റത്തിന്റെ ഭാഗമായിട്ട് പോയി. ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ നേരത്തെ. ഇതെല്ലാം അനുഭവങ്ങളല്ലേ. ഈ ജില്ലയിൽ ഏറ്റവും വലിയ അവസരവാദിയാണ്. നിങ്ങൾ നോക്കിയോ? ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ നോക്കി ഇങ്ങനെ ഒരു പാർട്ടി ഉണ്ടാവുമോ? പിന്നെ ജനാധിപത്യപരമായി ഒരു കോൺഫറൻസ് തെരഞ്ഞെടുത്ത ഒരു പാർട്ടിയുടെ ഏരിയ കമ്മിറ്റിയെ, ഒരു ഏരിയ കമ്മിറ്റി എന്നൊക്കെ പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇപ്പോഴുള്ള ഏരിയ കമ്മിറ്റി പോലെയല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഏരിയ കമ്മിറ്റി. ഞാൻ ആ ഏരിയ കമ്മിറ്റിയിൽ നിന്ന് മെമ്പർ ആയിരുന്നില്ല. ആ ഏരിയ കമ്മിറ്റിയെ ഒരു മുന്നറിയിപ്പ് പോലും ഇല്ലാതെ പിരിച്ചുവിടാൻ തീരുമാനിക്കുകയാണ് ഇവര്, ഈ ജില്ലാ നേതൃത്വം. മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റി, ആ ഏരിയ കമ്മിറ്റിയിലെ മെമ്പർമാർ, പിരിച്ചുവിടപ്പെട്ട മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റി മെമ്പർമാർ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ഈ കമ്മിറ്റിയിലെ ആ സഖാക്കൾ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ഒറ്റ തവണ ഒരു നോട്ടീസ് കൊടുക്കണ്ടേ ആ ഏരിയ കമ്മിറ്റിക്ക്? നെക്സസ് ആണ്. ആ നെക്സസിന്റെ തീരുമാനമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. പാർട്ടി എന്ന പേരിൽ നടക്കുന്നത് ഈ നെക്സസിന്റെ തീരുമാനമാണ്. അതൊരു വിഷ്യസ് നെക്സസ് ആണ്. അതിപ്പോ അവരോട് ചോദിക്കണം, അവരുണ്ടാവുമല്ലോ. അതൊന്നും ഇപ്പൊ നമുക്ക് തന്നെ പറയാൻ പറ്റില്ല. പറയാൻ പറ്റില്ല. കാര്യം എന്താ വെച്ചാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇപ്പോ വ്യാപകമായിട്ട് വരുമ്പോ സംസ്ഥാന നിലവാരത്തിലേക്ക് ഒക്കെ വന്നു വരും, ഒരു സംശയമില്ല. അപ്പൊ ഇയാളിപ്പോ എന്നെ പുറത്താക്കി നിങ്ങൾ വാർത്ത വന്നല്ലോ. പുറത്താക്കി എന്നുള്ള വാർത്ത വന്നിട്ടുണ്ടെങ്കിൽ ഇയാൾക്ക് ഒറ്റയ്ക്ക് തീരുമാനിക്കാൻ പറ്റൂലല്ലോ എന്തായാലും. അത് സ്വാഭാവികമായിട്ടും അങ്ങനെയാണല്ലോ. അത് കൂടുന്ന ഒരു വിവരം കിട്ടി, അങ്ങനെ ആയിരിക്കുമല്ലോ. അതായിരിക്കും, എന്തോ ആയിക്കോട്ടെ. അങ്ങനെ തീരുമാനമെടുത്ത ധാര പത്രക്കുറിപ്പാ ജില്ലയുടെ സ്റ്റേറ്റിന്റെ? ഞാൻ കണ്ടില്ല.
ആ. ഞാൻ ജീവിക്കുന്നത് എന്റെ ഭാര്യയുടെ വരുമാനത്തിൽ നിന്ന് അധികമായി എന്തെങ്കിലും സമ്പത്ത് എന്റെ കുടുംബത്തിലോ വ്യക്തി ജീവിതത്തിലോ ഉണ്ടോ എന്ന് തെളിയിക്കപ്പെട്ടാൽ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കും. ശശി ഒന്നിനും പറ്റാതെ ഈ പറയുന്ന ആരോപണങ്ങൾ എന്തെങ്കിലും ഒന്ന് നിങ്ങൾ തെളിയിക്കാൻ പറ്റുമെങ്കിൽ തെളിയിക്കും. അത് തെളിയിക്കാം. പച്ച നുണയാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവന. അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ഒരു വേദവാക്യമായിട്ട് നിങ്ങൾ എടുക്കരുത്. പച്ച നുണ പ്രചരിപ്പിക്കുന്ന ആളാണ്. തെളിയിക്കപ്പെടാം. രേഖകൾ സഹിതം ഏത് സുരേഷ് ബാബു ഒരു വെല്ലുവിളിയാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഈ ആരോപണങ്ങൾ തെളിയിക്കാൻ തയ്യാറാണോ എന്ന രീതിയിലുള്ള വെല്ലുവിളിയാണ്. ആ വെല്ലുവിളി സ്വീകരിക്കാൻ ഈ കൂട്ടായ്മയും തയ്യാറാണോ? ഈ കൂട്ടായ്മ അതിന് തയ്യാറാവും, ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ധീരമായ കാര്യത്തിലേക്ക് ഇങ്ങനെ ഞങ്ങൾ പുറപ്പെടുവോ? നിങ്ങൾ എന്താ ഈ പറയുന്നത്? അല്ലെങ്കിൽ ഇത്തരമൊരു നിലപാടിലേക്ക് വരുവോ? ഇത് ഇത്ര കാലം നടത്തിയിട്ടുള്ള പോരാട്ടം, ആ പോരാട്ടം ഫലം കണ്ടില്ല. ഇനി വേറെ മാർഗമില്ല. പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനുള്ള അധികാരം അവരുടെ കയ്യിലാണ് ഈ സംവിധാനം എന്നുള്ളത് കൊണ്ട് അവർക്ക് പുറത്താക്കാനുള്ള സമ്പൂർണമായ അധികാരം അവർക്കുണ്ട്. ഇതെല്ലാം പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മള്. കാരണം സ്വാഭാവികമായിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന സമയത്ത് നമ്മളൊരു കൺവെൻഷൻ വിളിച്ചു കൂട്ടുന്നു, കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നു. ആ കൺവെൻഷൻ വിളിക്കുന്ന സഖാക്കളുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അവർക്ക് ഒരു പാർട്ടിക്കകത്തുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പകരം അവർ എളുപ്പത്തിൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള മാർഗം ചെയ്യാൻ ഈ ആളെങ്ങ് പുറത്താക്കിയാൽ മതി. പക്ഷെ ഈ ഒരാളെ പുറത്താക്കിയത് കൊണ്ട് അവരൊന്നും നേരിടുന്ന പ്രശ്നങ്ങൾക്ക് ഒരിക്കലും പരിഹാരം ഉണ്ടാവില്ല. പല ആരോപണങ്ങൾ എന്താ പലത് പാർട്ടിയിൽ അത് ഇവന്റെ ഒന്നും സൗജന്യത്തിന്റെ ഭാഗമല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച സന്ദർഭത്തിൽ ഈ പാർട്ടി അറിഞ്ഞു നൽകിയതാണ്. പാർട്ടിയോട് ആവശ്യപ്പെട്ട് നൽകിയതല്ല, അറിഞ്ഞു നൽകിയ സ്ഥാനങ്ങളാണ്. ആ സ്ഥാനങ്ങളൊക്കെ ശരിയായ രൂപത്തിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതില് പെട്ടിതൂക്കികളായ ആളുകൾക്ക് എല്ലാ സ്ഥാനമാനങ്ങളും കൊടുക്കാം. അതിന് പ്രശ്നങ്ങളൊന്നുമില്ല. ഒരു അർഹതയും ഇല്ലാതെ അനർഹരായിട്ടുള്ള ആളുകളെ എല്ലാ സ്ഥാനമാനങ്ങളിലും തിരികെ കയറ്റാം. അതാണ് ഇപ്പൊ നേതൃത്വത്തിന്റെ നിലപാട്. എന്താ ഒന്നിനും പറ്റാത്ത ഒരുത്തനാണെന്ന് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കണ്ടില്ലേ? ഇനി കാണാൻ പോവല്ലേ? എവിടെ കുട പിടിക്കാൻ അർത്ഥം മനസ്സിലായില്ല. അങ്ങനെ പറഞ്ഞത് കുട പിടിക്ക എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്താന്ന് എനിക്കറിയില്ല. അടുക്കള ഞാൻ നിങ്ങൾ എന്നെ അല്ലല്ല, ഇവിടെയുള്ള മാധ്യമ പ്രവർത്തകര് എന്നെ കാണാൻ തുടങ്ങിയിട്ട് കാലത്രയായി. ഏതെങ്കിലും ഒരു നേതാവിന്റെ പെട്ടിയെടുക്കാനോ അതിന്റെ പുറകെ പോകാനോ ഓച്ചാനിച്ച് നിൽക്കാനോ കുട പിടിക്കാനോ ആയുസ്സിൽ ഇന്ന് വരെ തയ്യാറായിട്ടില്ല. ശശി മരിക്കുന്നവരെ തയ്യാറാവില്ല. എനിക്കറിയില്ല ഏതാ സുരേഷ്, എനിക്കറിയില്ല. അയാൾ ഈ കൺവെൻഷനിലില്ല. അയാൾ ഈ കൺവെൻഷനുമായിട്ട് അയാൾക്ക് യാതൊരു ബന്ധവുമില്ല. പുറത്താക്കി എന്ന് പറഞ്ഞ എന്താ? സ്വാഭാവികമായിട്ട് അങ്ങനെ ചോദിക്കുമ്പോ പിന്നെ ഈ കുട്ടിയാവുന്ന കാലത്ത് കോൺഗ്രസിന്റെ കുടുംബത്തിൽ ജനിച്ചു, പിന്നെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ വന്നു. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ഭാഗമായി വളർന്നു വന്ന ഒരാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെടുമ്പോണ്ടാകുന്ന മാനസികമായിട്ടുള്ള അവസ്ഥ എന്താണോ ആ അവസ്ഥ സ്വാഭാവികമായിട്ട് മനുഷ്യൻ എന്നുള്ള രൂപത്തിൽ ഞാനും നേരിടും. ഉറപ്പല്ലേ? വളരെ അല്ല സ്വാഭാവികമായി. പക്ഷെ ഈ പോരാട്ടം തുടരുക തന്നെ ചെയ്യും. ഇത് ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ അവതരിപ്പിക്കും. ഈ പ്രശ്നങ്ങളെല്ലാം അവതരിപ്പിക്കും. കള്ളനായ കള്ളനെ ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ എക്സ്പോസ് ചെയ്യും. കള്ളനും കാട്ടുകള്ളനുമായ ആളുകളെ ഈ രാജ്യത്തെ ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ എക്സ്പോസ് ചെയ്യും. ഒരു സംശയം വേണ്ട. ഓക്കെ. അല്ല അതിപ്പോ നമുക്ക് പിന്നെ അതൊക്കെ പിന്നീട് പറയേണ്ട കാര്യങ്ങളാണ്. ഞങ്ങൾ അവസാനിപ്പിക്കാം. ഓക്കെ, ഇതൊന്നെടുക്ക്.